ജാസ്മിനും ജിൻഡോയും തമ്മിൽ ലൈവിൽ പൊരിഞ്ഞ അടിയായിരുന്നു. സത്യത്തിൽ ഇവര് തമ്മിലുള്ള ആ വഴക്കിനിടയിലെ ജാസ്മിന്റെ പെരുമാറ്റം കണ്ടിട്ട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. മറ്റുള്ളവരെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുന്നത് ഒരിക്കലും സ്ട്രോങ് ആയതുകൊണ്ടല്ല, ബിഹേവ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് മാത്രമാണ്. ജിൻഡോയെ പട്ടി എന്ന് വിളിക്കുക മാത്രമല്ലാതെ തിരിച്ചു കൊരച്ചും കാണിക്കുന്നുണ്ട് ജാസ്മിൻ. തിരിച്ച് ജിൻഡോയും കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞ ഒരു ഡയലോഗാണ്, ഇപ്പൊ പട്ടിയുടെ സ്വഭാവം മാത്രമല്ല രൂപവും ആയിട്ടുണ്ടെന്ന് പറയുന്നു. ശരിക്കും ജിൻഡോയെ കുറച്ചുനാൾ മുമ്പ് ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, കരിഞ്ഞ മത്സ്യകന്യകനെന്ന്, രൂപം കൊണ്ടും ഭാവം കൊണ്ടും പട്ടിയാണെന്ന്. നിന്നെ പോലൊരു മണ്ടൻ ഈ ബിഗ് ബോസിൽ ഇല്ലടാ ജിൻഡോ, നീയൊക്കെ പോയി വേറെ എവിടെയെങ്കിലും കളിക്കടാ, നീ വെറും ഉണ്ണാക്കനാടാ. പിന്നെ കുറെ വേർഡ്സ് ഒക്കെ ബീപ്പ് ചെയ്തും കളയുന്നുണ്ട്. അങ്ങനെ വളരെ തരംതാണ രീതിയിൽ ഇത്ര സ്വഭാവ വൈകല്യത്തോടു കൂടിയാണ് ജാസ്മിൻ പെരുമാറുന്നത്. ജിൻഡോയെ പൊട്ടനെന്നും മണ്ടനെന്നും വീണ്ടും ജാസ്മിൻ വിളിച്ചപ്പോ തിരിച്ച് ജിൻഡോ ചോദിക്കുന്നുണ്ട്, ശരിയാ ഞാൻ പൊട്ടൻ തന്നെയാ, പക്ഷെ എങ്കിലും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, പൊട്ടനല്ലാതെ ഇവിടെ നിന്ന ഒരുത്തൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. നിന്റെ കൂടെ നിന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവൻ പുറത്തു പോയത്, അവനെ പുറത്താക്കിയിട്ട് നീ ഇപ്പൊ സന്തോഷിക്കുന്നതും ഞങ്ങൾക്കൊക്കെ അറിയാം. നീ എന്താ വിചാരിച്ചേ അവൻ പുറത്തു പോയി നിന്നെ സപ്പോർട്ട് ചെയ്യുന്നാണോ? നീ അവന്റെ പുറകിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും പോയി എപ്പിസോഡിൽ അവൻ കണ്ടാ മതി, പിന്നീട് നിന്റെ അടുത്തോട്ട് പോലും വരില്ല എന്ന് ജിൻഡോ പറയുന്നു. അപ്പൊ ജാസ്മിൻ പറയുന്നു, അവൻ അതൊന്നും കാണേണ്ട ആവശ്യം പോലുമില്ല, അവൻ എന്റെ കൂടെയാണെന്ന് പറയുന്നുണ്ട്. ജാസ്മിന്റെ ഓവർ കോൺഫിഡൻസ് മറ്റൊന്നുമല്ല, ഗബ്രി ഇപ്പൊ പുറത്തായി, ഇനി ഗബ്രിക്കുള്ള സപ്പോർട്ടും കൂടെ ചേർത്ത് ഒരുമിച്ച് ജാസ്മിന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ജാസ്മിന്. ഡോക്ടർ റോബിന്റെ ആദർശന് പുറത്തായ സമയത്ത് ദിൽഷയ്ക്ക് വളരെയധികം സപ്പോർട്ട് കിട്ടിയിരുന്നു. അങ്ങനെ ദിൽഷയുടെ സപ്പോർട്ടേഴ്സും റോബിന്റെ സപ്പോർട്ടേഴ്സും ആയപ്പോ ദിൽഷ തന്നെ വിന്നറുമായി. അങ്ങനെ ഒരു പരിപാടി നടക്കുമെന്ന് ജാസ്മിൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും. ഗബ്രിക്ക് സത്യത്തിൽ വോട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഗബ്രി പുറത്തുപോയത്. പിന്നെങ്ങനെയാണ് ഗബ്രിയുടെ സപ്പോർട്ടേഴ്സ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ? അത് മാത്രമല്ലാതെ ഗബ്രിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും ഗബ്രി പുറത്താവാൻ കാരണം ജാസ്മിൻ തന്നെയാന്ന്. നീ നോക്കിക്കോടാ, ഗബ്രി തിരിച്ചു വരും എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോ അടുത്ത്. ജിൻഡോ തിരിച്ചു പറയുന്നുണ്ട്, അവൻ തിരിച്ചു വരണമെന്ന് ഞങ്ങൾക്കാണ് ആഗ്രഹം, നിനക്കല്ല എന്ന് പറയുന്നു. അവൻ തിരിച്ചു വന്നിട്ട് അവൻ ശരിക്കും ഗെയിം കളിക്കണം എന്ന് ജിൻഡോ പറയുന്നു. അവൻ പോയത് ശരിക്കും ന്യായമായിട്ടുള്ള കാര്യമല്ല, അവനായിരുന്നില്ല പോവേണ്ടിയിരുന്നത്, നീയായിരുന്നു പകരം പോവേണ്ടിയിരുന്നത് എന്ന് ജിൻഡോ മുഖത്തടിച്ചു പറയുന്നു. ശരിയാ, എന്നെക്കാട്ടിലും നല്ല പ്ലെയർ ആണ് അവൻ എന്തെങ്കിലും പറയായിരുന്നു. എന്നാൽ ജാസ്മിൻ അവിടെ ജിൻഡോയെ തെറി വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലിറ്ററലി ജിൻഡോയെ തെറി വിളിക്കുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണാൻ സാധിച്ചത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ സ്ത്രീ പെരുമാറിയിട്ടും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാവും? ജിൻഡോ കള്ളം പറയുന്നു, ജാസ്മിൻ വളരെ സത്യസന്ധയാണെന്ന് പറയുന്നവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം മാത്രമാണുള്ളത്. പുറത്തൊരാളെ സ്നേഹിച്ച് അയാളുമായിട്ട് എൻഗേജ്മെന്റും കഴിഞ്ഞ് ബിഗ് ബോസ് വീട്ടിന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോ ജസ്റ്റ് ഉറപ്പിച്ച് മാത്രമേ വെച്ചിട്ടുള്ളതെന്നും പറഞ്ഞ് വേറൊരു വ്യക്തിയുമായിട്ട് സ്നേഹമായി. എന്നാൽ ഇതുവരെ താൻ സ്നേഹിച്ച വ്യക്തിയുമായിട്ടാണ് പുറത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളതെന്ന് പോലും ഗബ്രിയോട് ജാസ്മിൻ പറഞ്ഞിട്ടില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഗബ്രി അത് അറിഞ്ഞിട്ടുണ്ടാവും. ഒരാളോടല്ല, അവിടെയുള്ള സകല ആൾക്കാരോടും കള്ളം പറഞ്ഞൊരു വ്യക്തിയാണ് ജാസ്മിൻ. കള്ളം പറഞ്ഞത് മാത്രമല്ലാതെ ചീറ്റ് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ജാസ്മിൻ. ഇത്രയും കൺമുന്നിൽ കണ്ടിട്ടും ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ എങ്ങനെയുള്ളവരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.